ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലെങ്ങനെ സെവനപ്പ് ഉണ്ടാക്കാമെന്നാണ്. വീട്ടിൽ നമുക്ക് എല്ലാവർക്കും സെവനപ്പ് ഒരു വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. 100% നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ മുഴുവനായി കാണാം. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ സെവനപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ മെൽറ്റ് ചെയ്ത ഷുഗർ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു നാരങ്ങയുടെ ഒരു അരമുറി പിഴിഞ്ഞെടുത്തതാണിത്. അരിപ്പ് വെച്ച് പിഴിഞ്ഞുകൊണ്ട് കുരുവൊന്നും ഇല്ലാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര വെള്ളം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ടയായി പിടിക്കും. നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട്ടയുള്ളത് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇത്തിരി നാരങ്ങ പിഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഒരു 2 നാരങ്ങ പിഴിയണം. ഒരു 2 നാരങ്ങ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 നാരങ്ങ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. കുരുവൊന്നും പെടാതെ നമുക്ക് നല്ല നീറ്റായി പിഴിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നാരങ്ങ ഇത് അവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സെവനപ്പിൻ്റെ തന്നെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ഇന്ന് സെവനപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലേക്ക് ആദ്യം നമ്മൾ പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങയും മിക്സ് ചെയ്ത ഇതൊന്ന് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുണ്ട്. നമുക്ക് ആവശ്യമുള്ള മധുരം എന്തായാലും ഇതുണ്ടാവും. ഇനി നമുക്കതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച ആ ഒരു 2 നാരങ്ങ നീര്, ആ നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ സെവനപ്പിൻ്റെയൊക്കെ ഒരു തരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എന്തായാലും അത് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ സാധാ സോഡ കടയിൽ നിന്ന് മേടിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഇനി ഇത് ആഡ് ചെയ്യാം. നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ സോഡ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി പതച്ച് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പതച്ച് നന്നായി വരുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ കൂടി ഒഴിക്കാം. ഇത് പെട്ടെന്ന് ഒഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുപ്പിയുടെ ഏകദേശം ഒരു മുക്കാലൊക്കെ എത്തുമ്പോൾ നമുക്ക് നിർത്താം. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് മൂടിയെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആ ഒരു നാരങ്ങയും അതുപോലെ പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സായി കിട്ടണം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. നമ്മുടെ സെവനപ്പ് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സെവനപ്പിൻ്റെ മേക്കിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റിയത് നമ്മൾ സെവനപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, നമുക്കിത് എന്തായാലും ഒരു 2 ഗ്ലാസ്സിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളി കറക്റ്റ് സെവനപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചിലപ്പോൾ വിശ്വസിച്ചില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആ സെവനപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, കാരണം നമുക്ക് 100% ഒരു സെവനപ്പിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും മേടിച്ച ടേസ്റ്റ് നമുക്ക് മാച്ചായി കിട്ടില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കിയതിന് സെവനപ്പിൻ്റെ ഒരു ടേസ്റ്റിന് സാമ്യമുണ്ട്. അടിപൊളിയാണ്, പക്കയാണ്. ആ തരിപ്പും ആ ഫ്ലേവറൊക്കെ ഏകദേശം മാച്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെവനപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100% നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സെവനപ്പിന് മാച്ചായിട്ടൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എന്താ ആഡ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും കണ്ടെത്താനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് ഏകദേശം ഒരു സെവനപ്പിന് മാച്ചൊക്കെ ഉണ്ട്. ആ ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട്, ആ ഒരു ടേസ്റ്റും ഒക്കെ കറക്റ്റാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയ പോരായ്മ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. പക്ഷേ അതൊരിത്തിരി കുറഞ്ഞു പോയി. ഒരു 6-7 ടീസ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. വേറെ ഒരു വ്യത്യാസമില്ല, പക്കയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതിനും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.